കുരുവിഞ്ഞാന് കിയാങ്കൂ കുരുവിനാന് കിയാങ്കൂ. എനിക്കണ്ടേ ബേബി, ബേബി ചുളിപ്പോണ്ടേ ബേബി. Baby girl, Ananya. Baby girl? Are you a baby girl? No. It is not mommy. Mom. Big girl, Anna. Can we hear that? Big girl, Anna. Chaki girl. Big girl, Anna. I don't want to show anything I want. Things. Mommy. നീ ഒന്നും ഇട്ടിട്ടില്ലേ? No, I never tried mommy. It is the dress. അമ്മൂനെ ജുബീന കാണാന് എന്റെ ഫേസ് വൈറ്റ് ആയി. Right there. That's why I put that. Put the guys. And I told I'm really hot. Hot, Anna. ചെക്കീനെ സ്കൂളിൽ പോകാനാണ് എണീപ്പിച്ചെങ്കിലും പിന്നെ പ്ലാനൊക്കെ ഒന്ന് മാറ്റിയേ വാട്ടർഫോർഡ് വരെ പോകാൻ തീരുമാനിച്ചു. സ്കിപ്രി എന്ന് പറയുന്നത് ഒരു സ്മോൾ ടൗൺ ആണ്. ഇവിടെ 3 years ആയി നമ്മൾ സ്റ്റേ ചെയ്യുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കാനൊക്കെ ഒരാഗ്രഹം വരും. ഇപ്പം അങ്ങനെ ഒരു വീടുണ്ട് ഞങ്ങൾക്ക് വാട്ടർഫോർഡ്. ജുബിയും അമ്മുവും അവിടെയാണ് താമസിക്കുന്നത്. ഞാനും ചെക്കയും കൂടെ രാവിലെ എണീറ്റ് പ്ലാനൊക്കെ മാറ്റി ബസ്സിൽ യാത്ര ചെയ്യുക. 2 hours നമുക്ക് കോർക്ക് വരെ എത്താനുണ്ട്. അവിടുന്ന് അഗെയിൻ 2 hours പോകണം വാട്ടർഫോർഡ് എത്താൻ. എങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ട്രാവലിംഗ്. കുറച്ച് കഷ്ടമായിരുന്നു. അവിടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സംഭവമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ എൻജോയ്മെൻ്റ് ആണ്. ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. 3 days നല്ല ഹാപ്പി ആയിട്ട് പോയി സന്തോഷമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുറച്ച് ബ്രേക്കൊക്കെ കിട്ടുന്നത് നല്ല രസമാണ്. നമ്മളെല്ലാം മറന്ന് പുതിയൊരു ലൈഫിലേക്ക് പിന്നെയും ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ. ചക്കയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു തിരിച്ചു വരാൻ. പിന്നെ ഞാനിവിടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഫ്രണ്ട്സ് മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചക്ക ഓക്കെ ആയി. പക്ഷെ ഞങ്ങൾ 6:30 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ് മിസ്സായി, രാവിലത്തെ ബസ്. സോ 1.5 hours നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. -1 degree കണ്ടായിരുന്നു ടെമ്പറേച്ചർ. ഓ മൈ ഗോഡ്. എങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്തു. 8 മണിയായപ്പോഴത്തേക്ക് അടുത്ത ബസ് വന്നു. ഞങ്ങൾ കയറി. അവിടുന്ന് കോർക്ക് വരെ ഒരു 2 hours ചക്കി നന്നായി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എഗെയിൻ കോർക്ക് ടു സ്കിപ്രി 2 hours. ടാബും മൊബൈലും ഒക്കെ കൊണ്ട് മാനേജ് ചെയ്തു എങ്ങനെയൊക്കെയോ. എന്തായാലും വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്മോൾ ഹോളിഡേ ട്രിപ്പ് കഴിഞ്ഞ പോലെയായി. ബൈ. താങ്ക് യു ഓൾ.